ഏറ്റവും കൂടെ ദൈവത്തിന്റെ വചനത്തെ ഉയർത്തുവാൻ ദൈവം നൽകുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് വളരെ പരിജ്ഞാനത്തോടെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയും സഭയ്ക്ക് നേതൃത്വം കൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ അൻസാരി, അപ്പോൾ തന്നെ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പ്രിയ ഞങ്ങളുടെ ദൈവദാസൻ ബാസിന്റെ റജുവേർ, എലിസബത്ത് സിസ്റ്റർ, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരോർ ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയ അഖില എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയും ദൈവസമാധാനവും കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ രാത്രി മീറ്റിംഗിൽ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ റജുവേർ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഈ അർദ്ധരാത്രിയിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം കേൾക്കുന്നതിന് നമുക്ക് സമയമോ സാഹചര്യങ്ങളോ ഒന്നും അല്ല. കർത്താവ് ഏതു സമയവും നമ്മോട് സംസാരിക്കുന്നതിലാണ് അർത്ഥമിരിക്കുന്നത്. ഒരു കർത്താവ് ഒരു സ്ത്രീയോട് നട്ടുച്ച നേരത്ത് കിണറിന്റെ സൈഡിൽ നിന്നുകൊണ്ട് മണിക്കൂറുകളോളം കർത്താവ് വചനം പ്രസംഗിക്കുവാൻ സംസാരിപ്പാൻ ഇടയായി തീർന്നു. അപ്പോൾ തന്നെ രണ്ടുപേരോട് ഒരുമിച്ച് കർത്താവ് നടന്നു പോയപ്പോൾ മണിക്കൂറുകൾ ദൈവത്തിന്റെ കർത്താവ് അവരോട് സംസാരിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ വചനം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വചനത്തിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് ഇടയാക്കുന്ന നല്ല പാട്ടുകൾ പാടി നല്ല ആരാധന ദൈവം തന്നല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്തെല്ലാം പ്രയാസങ്ങളിൽ കൂടെയും ദുഃഖങ്ങളിൽ കൂടെയും വേദനകളിൽ കൂടെയും കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ നാം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി തീർന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഏത് രാജ്യത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ആയിരുന്നാലും വേദനകളും ദുഃഖങ്ങളും ദൈവമക്കൾക്കുണ്ട്. സ്തോത്രം. ഒന്നിനും ഭാരപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരിക്കല് ഇരമ്യാവിനോട് ചോദിക്കുവാനിടയായി തീർന്നു, നീ മനുഷ്യരുടെ കൂടെ ഓടി ക്ഷീണിച്ചാൽ കാലാളുകളുടെ കൂടെ നീ എങ്ങനെ ഓടി? അടുത്ത സമാധാന ദേശത്ത് നിർഭയമായി വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? അതൊരു ഭയങ്കര ചോദ്യമാണ്. എൻ്റെ മെസ്സേജ് അല്ലെങ്കിലും അതൊരു ഭയങ്കരമായിട്ട് എന്നെ പിടിച്ച് കുലുക്കിയ ഒരു വചനമാണ് ഇത്. സ്തോത്രം. പലപ്പോഴും ദിവസനെ ഞാൻ വളരെ സിമ്പിളായിട്ട്, കാരണം എനിക്ക് അധികം ശബ്ദം എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഫ്ലാറ്റുകളാണല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവമക്കളായിരിക്കണം, ദൈവനാമത്തിൽ ഓർപ്പിക്കണം. ഞാൻ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ ഡൽഹിയിലായിരുന്നിട്ട് ദീർഘവർഷങ്ങളായി ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ ക്ഷീണിച്ചു പോയ സമയങ്ങളുണ്ട്. ഈ ദിവസങ്ങളിലും പ്രാർത്ഥനയിലും ചില ദൈവിക ധ്യാനത്തിലും ഒക്കെ ആയിരുന്നപ്പോൾ മനസ്സ് ഭാരപ്പെട്ട സമയത്ത് എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, കാലാളുകളുടെ കൂടെ നീ ഓടി ക്ഷീണിച്ചാൽ മകനെ നിനക്ക് കുതിരകളുടെ കൂടെ എങ്ങനെ ഓടാൻ പറ്റും? അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, നമ്മുടെ മുൻപിൽ കുതിരകൾക്ക് സമമായി ഓടുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നു. യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് ഇരുന്ന് ചിന്തിക്കുകയും അല്പം പഠിക്കുവാനും ദൈവം ഭാഗ്യം തന്നു. ഈ യോർദാന്റെ വൻകാട് എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഈ യോർദാന്റെ വൻകാടെന്ന് വിശേഷിപ്പിക്കുവാൻ കാരണം? യോർദാൻ നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും യോർദാൻ നദിയിൽ നല്ല അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ആ വെള്ളം എപ്പോഴും ഇങ്ങനെ തുള്ളി മറിഞ്ഞ് നിൽക്കും. യോർദാന്റെ നദി അതെപ്പോഴും ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് പോലെ എടുത്തു മറിക്കുന്ന തക്ക നിലയിൽ അടിയൊഴുക്ക് വ്യാപരിച്ചു നിൽക്കുന്ന ഒരു നദിയാണ് യോർദാൻ നദി. അതിൽ മത്സ്യബന്ധനങ്ങളില്ല ആ നദിയിൽ. അപ്പോൾ തന്നെ ആരും വള്ളത്തിൽ ആ നദിയിൽ കൂടെ എപ്പോഴും യാത്ര ചെയ്യാറില്ല. അപ്പോൾ മത്സ്യങ്ങൾ ഒരുപാട് നിറഞ്ഞു കിടക്കുന്ന ഒരു നദിയാണ് യോർദാന നദി. അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം, എന്തുകൊണ്ടാണ് ഈ യോർദാനിൽ വൻകാട് ഉണ്ടാകാൻ കാരണമെന്നാണ് ചോദിച്ചാൽ, നമ്മുടെ പൊതു അറിവിലേക്ക് ഞാൻ പറയുക, വചനദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ ഇതിന്റെ മണ്ണുകൾ ഇങ്ങനെ ഈ അടിയൊഴുക്ക് കാരണം ഈ എക്കൽ മണ്ണുകൾ വെള്ളത്തിന്റെ അലയടിക്കുമ്പോൾ ഇതിങ്ങനെ ചാടി ഉയർന്ന് മണ്ണുകൾ തെറിച്ച് രണ്ട് സൈഡിലേക്ക് മണ്ണുകൾ ഇങ്ങനെ തെറിച്ചു പോകും. കാരണം അത്രത്തോളം അടിയൊഴുക്ക് ശക്തമായി തുള്ളിക്കളിക്കുന്ന ഒരു നദിയാണ്. നിങ്ങൾ ഈ ഗൂഗിളുകളൊക്കെ സെർച്ച് ചെയ്യുന്നവരും ഒക്കെ ആണല്ലോ, നിങ്ങൾക്ക് പിന്നീട് അതൊക്കെ നിങ്ങൾക്ക് യോർദാൻ നദിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും.
ഈ തെറിച്ചു പോകുന്ന സമയത്ത് പറന്നു പോകുന്ന വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ ഈ പക്ഷികളൊക്കെ അതിൻ്റെ ചുണ്ടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിത്തുകളും ഈ കതിരുകളും അല്ലെങ്കിൽ ഈ പച്ചപ്പുകളും ഒക്കെ അവരുടെ ചുണ്ടിൽ നിന്നും അത് താഴെ വീഴും. മത്സ്യങ്ങളുടെ വലിയ വലിയ കഴിക്കുന്ന ആഹാരങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ആഹാര പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ വെള്ളത്തിനടിയിൽ കിടക്കും. ഇതിങ്ങനെ തുള്ളിക്കളിച്ച് കരയിലേക്ക് ഇങ്ങനെ വീഴും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? പക്ഷികൾ ഒരുപാടായി ദേശത്ത് കൂടുതലാണ്. പക്ഷികൾ ഒരുപാട് കൂടുതൽ. ഈ ചെറിയ വീഴുന്ന വിത്തുകൾ ഈ മണലിന്റെ മുകളിൽ കിടന്നങ്ങ് കിളിക്കും. ചെറിയ തൈകളാകും. അങ്ങോട്ട് ജനവാസമില്ലാതിരിക്കുന്നത് കൊണ്ട് ഈ തൈകൾ വലിയ വലിയ വൃക്ഷങ്ങളായി ഈ നദിയുടെ ചുറ്റും വളർന്നു പന്തലിച്ചു കിടക്കുന്ന ഒരനുഭവമാണ് യോർദാൻ അനുഭവം. വിഷപ്പാമ്പുകൾ നിറഞ്ഞ അല്ലെങ്കിൽ വലിയ വലിയ വന്യമൃഗങ്ങളുള്ള മനുഷ്യരാരും സഞ്ചരിക്കാൻ ഭയപ്പെടുന്ന ഈ യോർദാന്റെ അനുഭവം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വലിയ കാടുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. കാരണം എക്കൽ മണ്ണുകൾ വന്ന് തെറിക്കുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വിത്തുകൾ വലിയ തൈകളായി മാറി, വലിയ വൃക്ഷങ്ങളായി മാറി, അങ്ങനെ പോകുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഇന്നീ മുൻപിൽ കാണുന്ന നിന്റെ പ്രശ്നമാകുന്ന യോർദാനെ, ദൈവമക്കളെ, നിങ്ങൾ അയർലൻഡിൽ ഇരുന്നുകൊണ്ടാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്, നാട്ടിലിരുന്നു കൊണ്ട് പങ്കെടുക്കുന്നവരാണ് വാട്ടവർ, ഞാനത് എൻ്റെ അറിവിലില്ല. എങ്കിൽ തന്നെ ഞാൻ പറയാം, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ എപ്പോഴും നമുക്ക് അനുകൂലമാകണമെന്നില്ല. ചെറുതായിട്ട് തുള്ളിക്കളിക്കുന്ന അനുഭവങ്ങളാണെങ്കിലും ഇളകി മറിയുന്ന അനുഭവങ്ങളാണെങ്കിലും അതൊരു വൻകാടിന് സമമായി മാറാൻ വളരെ സാധ്യതയുണ്ട്. പ്രശ്നങ്ങൾ, വീസയുടെ ക്രമീകരണങ്ങൾ, നിയമങ്ങളുടെ മാറ്റങ്ങളൊക്കെ ഒരു വൻകാട് പോലെ വരും. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാ: ഇന്നത്തെ ഈ അനുഭവത്തിൽ നിൽക്കാൻ പറ്റാത്ത നമുക്ക് പ്രാർത്ഥനയിൽ ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ, ആരാധനയിൽ ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ, യോർദാന്റെ വൻകാടിന്റെ അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ ദൈവമക്കളെ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? കർത്തൃവേല ചെയ്യുന്ന എന്നോട് ഉൾപ്പെടെയുള്ള ഈ ചോദ്യമാണ് ദൈവമക്കളോട് ചോദിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തെ വിളിക്കുന്നുവെങ്കിൽ വിശ്വസ്തയോടെ വിളിക്കുക, കറ കൂടാതെ, കളങ്കമില്ലാതെ ദൈവത്തിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. പ്രയാസങ്ങളില്ലെന്ന് പറയുന്നില്ല, രോഗങ്ങളില്ലെന്ന് പറയുന്നില്ല, ദുഃഖങ്ങളില്ലെന്ന് പറയുന്നില്ല. വചനം പറയുന്നു, ഇതെല്ലാം ഉള്ളപ്പോഴും ഒരു കാര്യം നാം ഓർത്തോണം: നമ്മുടെ മുൻപിൽ ഒരു വൻകാട് ഉണ്ടാകും. സ്തോത്രം. നമുക്ക് സമയം ഒട്ടും നഷ്ടപ്പെടുത്തുന്നില്ല. ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചരിത്ര വേദഭാഗത്തിലേക്ക് ഇന്ന് സന്ധ്യയെങ്കിലെ ഈ രാത്രികാലത്ത് നിങ്ങളുടെ മീറ്റിങ്ങിനെ ഒന്ന് കൊണ്ടുപോയി ശാന്തമായിട്ടൊരു സന്ദേശം നിങ്ങൾ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രണ്ട് ദൈവം എന്നെ ബലപ്പെടുത്തിയ, എന്നെ പഠിപ്പിച്ച ഒന്ന് രണ്ട് ദൈവിക ആശയങ്ങളും ദൂതുകളും വേഗത്തിൽ കൈമാറി ദൈവസന്നിധി താണിരിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹോളി ടെന്റ് കൂട്ടായ്മയ്ക്ക് നേതൃത്വമായി നെടുന്തൂണുകളായി നിൽക്കുന്ന കുറച്ച് ദൈവമക്കൾ ഇന്ന് രാത്രി ഈ സന്ദേശത്തിന് വേണ്ടി, ഈ മീറ്റിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. സ്തോത്രം. ഈ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ, തിരക്ക് പിടിച്ച രാജ്യത്ത് കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ച സമയത്തെ ദൈവം നഷ്ടമാക്കത്തില്ല. നിശ്ചയമായും ഒരാളോടെങ്കിലും പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് പോകാം. കാരണം പരിമിതികൾ ഉള്ളത് കൊണ്ട് ശാന്തമായിട്ട് നമുക്ക് ഇന്ന് രാത്രി വചനം ശുശ്രൂഷിപ്പാൻ, കേൾക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റൂടെ കഴിയുമ്പോൾ 2 മണിയാകുകയാണ്. നല്ല ഉറക്കത്തിന്റെ സമയമാണ്. ഇവിടെയൊക്കെ ഈ തിരക്ക് പിടിച്ച അനുഭവങ്ങളായതുകൊണ്ട് വളരെ ലേറ്റ് സ്ലീപ്പാണ്. എന്നാൽ ഞാൻ കിടന്നത് തന്നെ ഭയപ്പെട്ടാണ്. എങ്കിലും ദൈവദാസനോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, എന്നെ ഒന്ന് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എങ്കിലും ജോയിൻ ചെയ്യാൻ ദൈവം ഇടയാക്കിയല്ലോ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ ദൈവമക്കൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സന്ദേശം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. എനിക്കത് വളരെ നിർബന്ധമുണ്ട്. കാരണം ഞാൻ ശുശ്രൂഷിക്കുന്ന സന്ദേശങ്ങൾ അത് നിങ്ങളിലേക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെങ്കിലും അത് ടച്ച് ചെയ്ത് കിടക്കണം. ഒരിക്കലും എന്നെ മറന്നുപോയാലും കേൾക്കുന്ന വചനവും സന്ദേശവും ദയവായി നിങ്ങൾ മറക്കരുത്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം, റെക്കോർഡ് ചെയ്യേണ്ടവർക്ക് റെക്കോർഡ് ചെയ്യാം. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. സക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇന്നത്തെ ഈ സന്ദേശത്തിന് വേണ്ടി ഞാൻ വായിക്കാം. ഞാൻ തന്നെ വായിച്ചോളാം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ,
സെരുബാബേലിനുള്ള യഹോവയുടെ അരുളപ്പാടിത്. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പോയി പറയുന്ന ഒരു അധ്യായമാണ് ഈ 4-ാമത്തെ അധ്യായം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പോയി പറയുന്ന പ്രവചന ദൂതാണ് ഈ 4-ാമത്തെ അധ്യായം. ഒരു വ്യക്തി എന്ന് പറയുന്നത്, സ്തോത്രം, ആരോടാണെന്നുള്ളത് ചോദിച്ചാൽ സെരുബാബേൽ എന്ന് പറയുന്ന ഏകദേശം 80 വയസ്സ് അടുത്തു പ്രായമുള്ള ഒരു മനുഷ്യനോട് 15 വയസ്സ് അടുത്തു പ്രായമുള്ള സെക്കരിയാവ് എന്ന് പറയുന്ന ഒരു ബാലകൻ സെരുബാബേലിനോട് പോയി പറയുന്ന ഒരു ദൂതാണ്, ഒരു പ്രവചനമാണ് ഈ സെക്കരിയ പുസ്തകത്തിന് 4-ാമത്തെ അധ്യായം. അപ്പൊ നിങ്ങൾ മറക്കരുത്, സെരുബാബേൽ എന്ന് പറയുന്ന മനുഷ്യന് ഏകദേശം 80 വയസ്സുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇത് കാണുക. 80 വയസ്സുള്ള വ്യക്തിയെ കാണുക. ഇതിനകത്തിരിക്കുന്നവരൊക്കെ കൂടി വന്നാൽ 60 വയസ്സ് മുകളിലുള്ളവരൊന്നും ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. ഒരു വ്യക്തി 80 വയസ്സുള്ള സെരുബാബേൽ 15 വയസ്സുള്ള ഒരു ബാലൻ, ഒരു പയ്യൻ പോയി സെരുബാബേൽ എന്ന് പറഞ്ഞ വൃദ്ധനായ മനുഷ്യനോട് പോയി പറയുന്ന ഒരു പ്രവചനമാണ് 4-ാമത്തെ അധ്യായം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവര് ചെറുപ്പക്കാരെ ഉപദേശിക്കുന്ന കാലഘട്ടമാണ്, അവരെ ശാസിക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ഇവിടെ നോക്കിക്കേ, 80 വയസ്സുള്ള ഒരു വ്യക്തിയെ 15 വയസ്സുള്ള സെക്കരിയാവ് പോയി ഒരു ദൂത് പറയുക. വളരെ ഓൾഡ് മാനാണ് ഈ സെക്കരിയാവ് എന്ന് പറയുന്നത്, വളരെ ഓൾഡ് മാനാണ്. ഈ സെരുബാബേൽ എന്ന് പറയുന്നത് വളരെ ഓൾഡ് മാനാണ്. സ്തോത്രം. ഈ വളരെ യങ്ങായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ് ആരാ? ഈ സെക്കരിയാവ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മറക്കരുത്. സ്തോത്രം. ഓർത്തോണം, ഈ ചെറുക്കൻ പോയി പ്രായമുള്ള ഈ അപ്പച്ചനോട് പോയി പറയുന്ന ഒരു ദൂതാണ് യഹോവയോടുള്ള, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. ഇവർ 2 പേരുടെയും വ്യക്തിപരമായ ചിന്തകളിലേക്ക് ഇന്ന് പകരുന്ന് പോയിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, സെരുബാബേൽ എന്ന് പറയുന്നത് ഒരു എബ്രായ ഭാഷയാണ്. ഒരു എബ്രായ പേരാണ് സെരുബാബേൽ. സെരു എന്ന് പറഞ്ഞാൽ മുള എന്നാണ് അർത്ഥം, മുള. ബാബേൽ എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ കഷ്ടതയിൽ തീച്ചൂളയിൽ വളർന്നു വന്നു എന്നുള്ള അനുഭവം. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ, സെരുബാബേൽ എന്ന് പറയുന്ന വാക്കിനർത്ഥം, സെരു എന്ന് പറയുന്നത് മുള, ബാബേൽ എന്ന് പറയുന്നത് കഷ്ടതയുടെ തീച്ചൂള. അപ്പോൾ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ മുളച്ചു വന്ന ഒരു മനുഷ്യനാണ് ആരാ? സെരുബാബേൽ. സെരുബാബേൽ. സ്തോത്രം. വളരെ നിങ്ങൾക്ക് ലളിതമായ ഭാഷ ഞാൻ പറഞ്ഞുതരാം. ഈ സെക്കരിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, സെക്കരിയാവിനെ കുറിച്ച് ഞാനും നിങ്ങളും പഠിക്കുമ്പോൾ, സെക്കരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം റിമംബറൻസ്, ഓർക്കുന്നു, മറന്നിട്ടില്ല എന്നൊരർത്ഥമാണ് സെക്കരിയാവ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു ഭാഗത്ത് തീച്ചൂളയിൽ മുളച്ചു വന്ന മനുഷ്യനോട് യഹോവ എന്നെ മറന്നിട്ടില്ല എന്നുള്ള അർത്ഥമുള്ള സെരുബാബേൽ പോയി പറയുന്ന ദൂതാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചു കേൾപ്പിച്ച സന്ദേശം. ഓർത്തോണം, ബാബേലിന്റെ തീച്ചൂളയിൽ കുരുത്ത മനുഷ്യനാണ് സെരുബാബേൽ. പ്രശ്ന സങ്കീർണമാകുന്ന അനുഭവങ്ങളിൽ പതറിപ്പോകാതെ നിന്ന മനുഷ്യനാണ് സെരുബാബേൽ. കഷ്ടതയുടെ തീച്ചൂളയിൽ, മറ്റുള്ളവരുടെ അപവാദത്തിന് നടുവിൽ, മറ്റുള്ളവരുടെ ഒറ്റപ്പെടലിന്റെ നടുവിൽ, സ്തോത്രം, ഒരു ശക്തിയോടെ നിന്ന ശക്തനായ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു സെരുബാബേൽ. ഈ സെരുബാബേൽ എന്ന് പറയുന്ന മനുഷ്യനോട് പോയി പറയുന്ന ഒരു ദൂതാണ്. ആരാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ള ചിന്തകൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ സന്ദേശത്തെ ഞാൻ ആത്മീക ദൂതായി ഒന്ന് കണക്ട് ചെയ്തതിന് ശേഷം ദൈവസ്ഥലം ഞാൻ താണിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ പ്രവാസ ജീവിതത്തിൽ, പ്രവാസ കാലത്ത് ദൈവം ഏകദേശം 50,000 കുടുംബങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. പ്രവാസത്തിലേക്ക് പോകുവാൻ, പ്രവാസത്തിന് മടങ്ങി വരുവാൻ ഏകദേശം 50,000 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തതിൽ നിന്നും ഒരു വ്യക്തിയെ ദൈവം അടർത്തിയെടുത്തു. ആ മനുഷ്യന്റെ പേരാണ് സെരുബാബേൽ എന്ന് പറയുന്നത്. ഓർത്തോണം, നമ്മുടെ കുടുംബത്തിലും അനേക വിശ്വാസികളുണ്ട്, നമ്മുടെ കുടുംബത്തിലും അനേക ദൈവമക്കളുണ്ട്, നിങ്ങളുടെ ആരാധനാലയത്തിലും സ്നാനപ്പെട്ടവരും ഒക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ദൈവം അതിൻ്റെ അകത്തുനിന്ന് ഒരുവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ വളരെ ആശയം കൊടുക്കേണ്ട, അല്ലെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. ഇവിടെ നോക്കണം, 50,000 കുടുംബങ്ങളുടെ അകത്തു നിന്നും പ്രവാസത്തിലേക്ക് മടങ്ങി വരുന്ന, സ്തോത്രം, ബാബിലോന്യ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന അവരുടെ ഇടയിൽ നിന്ന് ഒരു വ്യക്തിയെ ദൈവം പൊക്കുകയാണ്. സെരുബാബേലിനോട് പറയാം, നീ യെരൂശലേം ദേവാലയം പണിയണം.
മറക്കരുത്. ഞാൻ ചരിത്രം തൊട്ടുപോയതിനു ശേഷം ദൂതിലേക്ക് പ്രവേശിക്കാം. നീ യെരൂശലേം ദേവാലയം പണിയണം. ആരോട് പറഞ്ഞു? സെരുബാബേലിനോട് പറയുക. അങ്ങനെ യെരൂശലേം ദേവാലയം പണിയുവാൻ സെരുബാബേൽ തുടക്കം കുറിക്കുകയാണ്. സെരുബാബേൽ നല്ല നിലയിൽ ആലയം പണിതുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബെൽറ്റുകൾ വാർക്കുന്നു, സീഡികളെല്ലാം സ്റ്റെപ്പുകളെല്ലാം പണിയുന്നു. ഇങ്ങനെ പണിത് മുൻപോട്ട് വന്നപ്പോൾ ബാബിലോണ്യ രാജാവായ നെബൂഖദ്നേസർ രാജാവിനോട് ആരോ വന്നു സെരുബാബേലിനെ കുറിച്ച് അല്പമായ മോശമായ വാക്കുകൾ സംസാരിച്ചു. ഈ ആലയം പണിയുന്നവൻ അത്ര ഗുണമുള്ളവനല്ല, ദൈവത്തിൽ അത്ര പക്വതയുള്ളവനല്ല, അവനെ ആലയം പണി നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നെബൂഖദ്നേസർ രാജാവ് ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ട് സെരുബാബേലിന് അയച്ചു. പറയുകയാണ്, ഇന്ന് നീ പണിതുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആലയത്തിന്റെ പണി അവിടെ നിർത്തണം. ദൈവമക്കൾ ശ്രദ്ധിച്ചോണേ. ഒരു ആലയത്തിന് വേണ്ടി വില കൊടുക്കുന്ന, സ്തോത്രം, ഒരു ദൈവിക ആരാധനാലയത്തിന് വേണ്ടി വില കൊടുക്കുന്ന. ഇപ്പോൾ എനിക്കറിയാം, ഈ നിങ്ങളുടെ ഇവിടുത്തെ ഈ ഹോളി ടെന്റ് ദൈവസഭയ്ക്ക് ഒരുപാട് ദൈവമക്കളൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാൻ റജിബോനോട് സംസാരിക്കാറുള്ളതാണ്. നിങ്ങൾ വളർന്നു വരുന്ന ഒരു പ്രവർത്തനമാണെന്നുള്ളത് എനിക്കറിയാം. ആ പ്രവർത്തനം വളർന്നു വരുന്നത് കാണാൻ സ്വപ്നം കാണുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. അങ്ങനെ തന്നെ ആലയത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി രാവും പകലും ഉപവസിക്കുകയും കരയുകയും പണി നടത്തിക്കൊണ്ടും ചെയ്തിരുന്ന ഒരു പ്രായമായ മനുഷ്യനായിരുന്നു സെരുബാബേൽ. അവനോട് ബാബിലോന്യ രാജാവ് പറയുക, പണി നിർത്തിക്കോ, എൻ്റെ കൂടെ ദൈവമക്കൾ ഇനിയും യാത്ര ചെയ്യണേ, പണി നിർത്തിക്കോ. എന്തുകൊണ്ടാണ് പണി നിർത്താൻ പറഞ്ഞതെന്നറിയാമോ? അവൻ അറിയാത്ത വിഷയങ്ങളിൽ അവനെ സമൂഹം ഒതുക്കി. അവൻ അറിയാത്ത വിഷയങ്ങളിൽ അവനെ സമൂഹം വിലയിട്ടു. അങ്ങനെ ദൈവം ഏൽപ്പിച്ച പണി, ദൈവത്തിന്റെ ആരാധനാലയത്തിന്റെ പണി ലോകത്തിന്റെ രാജാവായ നെബൂഖദ്നേസർ രാജാവ് ബ്ലോക്ക് ചെയ്യുക. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന എൻ്റെ ദൈവസഭയോട്, ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ ഇറങ്ങിത്തിരിച്ചിട്ട്, നിന്റെ ആത്മീക ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ചിട്ട് പാതി വഴികൾ കൊണ്ട് നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് ദൈവികമാകുന്ന പണി നിർത്തി, പ്രാർത്ഥന എന്ന പണി നിർത്തി, ഉപവാസം എന്ന പണി നിർത്തി, ദൈവനാമത്തിന് കൊടുക്കുന്ന നിലയിലുള്ള പണി നിർത്തി, സ്തോത്രം, എന്തു ചെയ്യണമെന്നറിയാതെ വ്യാകുലപ്പെട്ടിരിക്കുക ദൈവവേദലേ, ഇന്ന് രാത്രി ദൈവാത്മാവ് നൽകുന്ന ദൂതിതാണ്. സ്തോത്രം, ഏകദേശം ദീർഘനാളുകൾ സെരുബാബേൽ കാത്തിരുന്നു. അതിരാവിലെ എഴുന്നേൽക്കും, ദൂരേക്ക് നോക്കും, പണി തീരാതെ കിടക്കുന്ന ഒരു ബിൽഡിങ്. സ്തോത്രം, അതെന്താണെന്നറിയാമോ? പണി തീരാതെ കിടക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, 14 വർഷങ്ങളായി അത് ബ്ലോക്കായി കിടക്കുകയാണ്. അതിന്റെ ഭിത്തികൾ കെട്ടിയിട്ടിരിക്കുക. ദൈവദാസനെ ശ്രദ്ധിച്ചോണേ, ഭിത്തികൾ കെട്ടിയിട്ടിരിക്കുക, പായലുകൾ കയറി, സ്തോത്രം, പ്രാണികളും വിഷപ്പാമ്പുകളും കയറി, സ്തോത്രം, ആലയം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചങ്കു പിടഞ്ഞവനായി ദൂരേക്ക് കണ്ണു നട്ട് നോക്കി നിൽക്കുമ്പോൾ അവൻ എടുത്തു വെച്ച ഓരോ കല്ലുകൾ, അവൻ എടുത്തു വെച്ച ഓരോ കട്ടളകൾ, അവൻ പിടിച്ചു കയറ്റിയ ഓരോ കമ്പികൾ, കല്ലുകൾ, ഇതെല്ലാം കാണുമ്പോൾ അവന്റെ ചങ്കു പിടയാൻ തുടങ്ങി. ആരാധനാലയത്തോട് വിലയും, ആരാധനാലയത്തോട് സമർപ്പണവും, ആരാധനാലയത്തോട് വാഞ്ചയുമുള്ള ദൈവവേദലേ, ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ ആത്മീക ദൂതി ഞാൻ പറയാം. ആലയത്തെ കുറിച്ച് നിനക്കൊരു എരിവുണ്ടാകണം. ആരാധനാലയത്തെ കുറിച്ച് നിനക്കൊരു പ്രാർത്ഥന ഉണ്ടാകണം. സെരുബാബേലിന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ 2-ാം ദിവസം എഴുന്നേറ്റു, 3-ാം ദിവസം എഴുന്നേറ്റു. അടുത്ത വർഷം പണിയാം. അവൻ ഓർത്തു, അടുത്ത വർഷം പണിയാം. അങ്ങനെ ഓരോ വർഷങ്ങൾ അവൻ തള്ളി നീക്കി. നീണ്ട 14 വർഷം ആരാധനാലയത്തിന്റെ പണി നടന്നില്ല. കാരണം ബ്ലോക്ക് ചെയ്തു. അന്നത്തെ രാജാവായ ബാബിലോന്യ രാജാവ് ബ്ലോക്ക് ചെയ്തു. എന്നാൽ ഓർത്തോണം, തിരിച്ചു വരണം. അവൻ എന്തെങ്കിലും ഒന്ന് മടങ്ങി വന്നേ പറ്റുകയുള്ളല്ലോ. കാരണം എന്നാ? ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ ആരാധനാലയം പണിയണമെന്ന്. ഓർത്തണം, അവന് ക്വാളിഫൈഡ് ഉണ്ടെന്നുള്ളത് ദൈവം മനസ്സിലാക്കിയ വ്യക്തിയാ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർ പറയാം, നിന്റെ കഴിവുകളോ നിന്റെ ക്വാളിഫിക്കേഷനോ നിന്റെ ജാതികമായിട്ടുള്ള നിന്റെ ജനിച്ചു വളർന്ന ആത്മീക ചുറ്റുപാടോ, സ്തോത്രം, പലപ്പോഴും നാം പിടിച്ച് മുൻപോട്ട് പോകുന്നെങ്കിലും ഒറ്റയടിക്ക് അതെല്ലാം നിന്നു പോകുന്നൊരു അനുഭവത്തിലേക്ക് മാറിയതുപോലെ തന്നെ സെരുബാബേലിന്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുകയാണ്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്നവരോട് പറയാം, ആരാധനാലയത്തിന്റെ പണി ദൈവം പറയാതെ ഇനി തുടങ്ങാൻ പറ്റുകയില്ല എന്നുള്ളത് സെരുബാബേലിന് നന്നായിട്ട് അറിയാം. പക്ഷേ ദൈവം തടസ്സം നിന്നിട്ടില്ല. തടസ്സം നിന്നത് ബാബിലോന്യ രാജാവായ നെബൂഖദ്നേസർ രാജാവാ. ഇന്ന് സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അതിനെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യുന്ന സകല ശക്തിയെയും ഈ കൂട്ടായ്മയിൽ വെട്ടിമാറ്റണം.
കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അങ്ങനെ സെരുബാബേലിന്റെ ജീവിതം വളരെ വ്യത്യസ്തമായി പോകുക. ബാബിലോണിലെ പ്രവാസികളിലേക്ക് പോകുന്ന ജനം യഹൂദന്മാരാണ്. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിലനിൽക്കാതെ ഒരുപാട് പേര് പ്രമാണം വിട്ടുപോയി. ഒരുപാട് പേര് പ്രമാണം വിട്ടുപോയപ്പോഴും അന്ന് വിശുദ്ധിക്ക് വേണ്ടി നിന്നവര്, സ്തോത്രം, ഏകദേശം 50,000 കുടുംബങ്ങളുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി 50,000 പേര് നിന്നു. എന്നാൽ ഈ 50,000 പേരും വരണ്ട അനുഭവങ്ങൾ വന്നപ്പോൾ, വീണ്ടും അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ ആളുകൾ കുറയാൻ തുടങ്ങി. അങ്ങനെ അവരിൽ നിന്ന് ഒരുവനെയാണ് ദൈവം പൊക്കിയെടുത്തത്. ഏകദേശം 534 BC കാലഘട്ടങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഓർത്തോണം, ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയാണ്. ദൈവമക്കളെ ശ്രദ്ധിച്ചേ, 80 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ ഉണ്ടാകും. 40 വയസ്സ്, 45 വയസ്സ്, 50 വയസ്സുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് അവരുടേതായ പ്രയാസങ്ങളില്ലേ? അപ്പൊ 80 വയസ്സുള്ള ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ജനിച്ച കാലം മുതൽ ഈ വന്നു നിൽക്കുന്ന സമയം വരെയും ഒരുപാട് വേദനകൾ, ഒരുപാട് ചവിട്ടിത്താഴ്ത്തലുകൾ, ഒരുപാട് ഒറ്റപ്പെടലുകൾ. അല്ലെങ്കിൽ ഇതെല്ലാം എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവിക പണിയോടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്. സ്തോത്രം. വസ്തുക്കളോ പണികാരോ ഒന്നുമില്ല കേട്ടോ. 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിഞ്ഞ് നമുക്ക് മടങ്ങി വരിക. 14 വർഷം കഴിഞ്ഞപ്പോൾ ഓർത്തോണം, അതിന്റെ പ്രോജക്റ്റ് നിർത്തിവെക്കാൻ പറഞ്ഞ ബാബിലോന്യ രാജാവ്, സ്തോത്രം, പറയുകയാണ് 14 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും പണി തുടങ്ങുവാൻ വേണ്ടിയുള്ള ആഹ്വാനം വന്നു. ആരാധനാലയം, ഓർത്തോണം, ആരാധനാലയം പണിയുവാനുള്ള ആഹ്വാനം വന്നു. അതിന്റെ ഭിത്തികളൊക്കെ കെട്ടി മുൻപോട്ട് പൊക്കിക്കൊണ്ട് വരുവാൻ വേണ്ടി വീണ്ടും പണി തുടങ്ങുവാൻ വേണ്ടി ആരാധന വന്നു. എന്നാൽ തുടങ്ങിയിട്ടും മുൻപോട്ട് പോകാതെ പാതി വഴികൾ കൊണ്ട് മുടങ്ങിക്കിടന്ന ആരാധനാലയത്തെ നോക്കി ഹല്ലേലൂയ സെക്കരിയാവും, സ്തോത്രം, സെരുബാബേലും കരയുന്ന ഒരുപാട് വാക്യങ്ങൾ നമുക്കിതിൽ വായിക്കുവാൻ കഴിയും. ഓർത്തോണം, എന്നാൽ 14 വർഷം കഴിഞ്ഞപ്പോൾ പണി തുടങ്ങുവാൻ സെരുബാബേലിന്റെ കയ്യിൽ റിസോഴ്സ് ഇല്ലാതെ പോയി. സ്തോത്രം. ആരോഗ്യം കുറഞ്ഞു. 14 വയസ്സോടെ കൂടി, സ്തോത്രം, കഴിവുകൾ കുറഞ്ഞു. അവന്റെ കണ്ണിന്റെ കാഴ്ചകൾ മങ്ങി. അവന്റെ കൈകളുടെ ശക്തികൾ കുറഞ്ഞു. ദൈവമക്കൾ ശ്രദ്ധിച്ചോണേ. സ്തോത്രം. ഉടനെ, സ്തോത്രം, സെരുബാബേൽ ദൈവത്തോട് പറയുക, എനിക്ക് പണി തുടങ്ങണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്ന്, കുറെ മിലിറ്ററി ഫോഴ്സിന് എനിക്ക് ആവശ്യമുണ്ട്. ആരെ ആവശ്യമുണ്ട്? കുറെ മിലിറ്ററി ഫോഴ്സിന് എനിക്ക് ആവശ്യമുണ്ട്. 2, എൻ്റെ കൈകൾക്ക് ശക്തി ആവശ്യമുണ്ട്. ഉടനെ ദൈവം, സ്തോത്രം, സെരുബാബേലിനോട് പറഞ്ഞ വാക്യമാണ്, വചനമാണ് ഇന്നത്തെ ടെസ്റ്റായിട്ട് നമ്മളിവിടെ വായിച്ചത്. നിനക്ക് ഈ ലോകത്തിലെ പട്ടാളക്കാരെക്കാൾ, നിനക്ക് ഈ ലോകത്തിലെ ശക്തികളെക്കാൾ നിനക്ക് തരാനുള്ളത് എന്നാണെന്നറിയാമോ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവ് ഞാൻ നിനക്ക് തരാം. സെരുബാബേലേ, 14 വർഷമായി മുടങ്ങിക്കിടന്ന ആലയത്തിന്റെ പണി ഇനിയും നിനക്ക് മുൻപോട്ട് പണിയണമെങ്കിൽ പട്ടാളക്കാരെ ഞാൻ തന്നതുകൊണ്ട് അർത്ഥമില്ല, നിന്റെ കൈക്ക് ബലം തന്നതുകൊണ്ട് അർത്ഥമില്ല. നിനക്ക് ഞാനൊരു കാര്യം തരാം. നിനക്ക് എൻ്റെ സ്പിരിറ്റ് തരാം, എൻ്റെ ആത്മാവ് നിനക്ക് തരാം. ഇന്ന് രാത്രി വചനം കേട്ടോളൂ ദൈവവേദലേ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നീ തകർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, പണത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്വാധീനത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഐ നീഡ് യുവർ സ്പിരിറ്റ്. നിന്റെ ആത്മാവ് എനിക്ക് വേണം. നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. മുടങ്ങിപ്പോയത് തുടങ്ങണമെങ്കിൽ ഐ നീഡ് യുവർ സ്പിരിറ്റ്. തകർന്നു പോയത് തുടങ്ങണമെങ്കിൽ ഐ നീഡ് യുവർ സ്പിരിറ്റ്. ഒറ്റപ്പെട്ടു പോയത് തുടങ്ങണമെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി വചനം കേൾക്ക ദൈവവേദലേ, ആത്മനിറവ് ഞാൻ ദൂത് പറയാം. അർബറ്റസ്യരകത്തുരി. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, അപ്പോൾ ഐ നീഡ് യുവർ സ്പിരിറ്റ്. എൻ്റെ ആരോഗ്യം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ എനിക്ക് നിന്റെ ആത്മാവ് വേണമേ, എനിക്ക് നിന്റെ ആത്മാവ് വേണം. സർവശക്തനായ ദൈവം സെരുബാബേലിനെ ചേർത്ത് നിർത്തി സെരുബാബേലിനോട് പറഞ്ഞു, മകനെ, നീ തളർന്നു പോകരുത്, തളർന്നു പോകരുത്. പട്ടാളക്കാരെക്കാൾ, ലോകത്തിലെ ശക്തികളെക്കാൾ, സൈന്യത്താലല്ല, ശക്തിയാലല്ല. ഇത് സെരുബാബേൽ ചോദിച്ചതാ കേട്ടോ. ഇനി കുറെ പട്ടാളക്കാരെ വേണം, എനിക്ക് അല്പം കൂടെ ശക്തി വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കാ സെരുബാബേലിനോട് യഹോവയുടെ അരുളപ്പാട്, മകനെ, നീ തളർന്നു പോകരുത്, നീ ഒറ്റപ്പെട്ടു എന്ന് ഓർക്കരുത്, നിന്റെ ജീവിതത്തിലെല്ലാം ശൂന്യമായെന്ന് ഓർക്കരുത്, മറ്റുള്ളവർ നിന്നെ താഴ്ത്തിക്കെട്ടിയെന്ന് ഓർക്കണ്ട. 14 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ആലയത്തെക്കുറിച്ചുള്ള നിന്റെ ദാഹം എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം നീ ഉറപ്പിച്ചോ,
ആലയം പണിയാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ അതിന്റെ പണി പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് കഴിയും. നിനക്ക് ഞാൻ എൻ്റെ സ്പിരിറ്റ് തരാം. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ കൃപ മതി, അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാ. ഈ സന്ദേശത്തിലേക്ക് നമ്മൾ വീണ്ടും കയറുക പ്രതീക്ഷയോടെ എല്ലാം അദ്ദേഹം അടുപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. ആ വചനം നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇത്തരം ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? പിശാച് കാതുകളിൽ പറഞ്ഞിട്ടില്ലേ സാധിക്കുകയില്ല, പിശാച് കാതുകളിൽ മന്ത്രിച്ചിട്ടില്ലേ ഇനി നടക്കത്തില്ല, ഈ രാജ്യത്തു നിന്ന് എനിക്ക് മടങ്ങിപ്പോകണം, എൻ്റെ സ്വന്തം ദേശത്തേക്ക് എനിക്ക് മടങ്ങിപ്പോകണം, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിമുട്ടുകള് എൻ്റെ കാതുകളിൽ പിശാച് മന്ത്രിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ പറ, നിന്നെ വിളിച്ച ദൈവമാണെങ്കിൽ ആ പൂർത്തിയാക്കാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഗോഡ് ഈസ് കംപ്ലീഷൻ. അവൻ നിന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ദൈവമാണ്. നിന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിറക്കിയവൻ. അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് വഴിത്തലയ്ക്കൽ വിട്ടിട്ട് പോകാതെ യേശുക്രിസ്തുവിന്റെ നാളോളം അതിന് തികച്ചത്, അല്ലേ? ഇറങ്ങി തിരിച്ചു. സ്തോത്രം. കർത്താവിന്റെ നാമത്തിലുണ്ട് നിൽക്കുമ്പോൾ പ്രാരാബ്ദങ്ങൾ ജീവിതത്തിൽ വരാം, പട്ടിണികളും കുറവുകൾ ജീവിതത്തിൽ വരാം, ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വരാം. നിന്നെ നിർത്തിയവൻ വിശ്വസ്തനല്ലേ? സെരുബാബേൽ വാസ് ഡിസപ്പോയിന്റഡ് മാൻ. അവൻ സകല മേഖലകളിൽ നിരാശപ്പെടാൻ തുടങ്ങി. ദൈവമേ, അവനൊരു പ്രൊഫറ്റിനെ തെരഞ്ഞെടുത്തു. അവന്റെ പേരാണ് ഹഗായി. ഹഗായിയോട് ദൈവം പറയുക, നീ സെരുബാബേലിനോട് പറയണം. ഹഗായി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു വേർഡാ. ഹഗായി എന്ന് പറയുന്ന വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ ഹീബ്രു വചനത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ചഖായി, ചഖായി എന്നാ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്നറിയാമോ? വെരി തോട്ട്ഫുൾ, അല്ലെങ്കിൽ ചണ്ടി എന്നുള്ള ഒരർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. ചണ്ടി എന്ന് ഞെക്കി പിഴിഞ്ഞ് അതിന്റെ എസൻസ് മൊത്തം എടുത്തു. ഓർത്തോണം, നീരെല്ലാം പിഴിഞ്ഞെടുത്ത് ചണ്ടി എന്നുള്ള അർത്ഥമാണ് ഹഗായി പ്രവാചകന്റെ അർത്ഥം. ജീവിതത്തിന് നല്ല കാലം മുഴുവൻ പിഴിഞ്ഞെടുത്ത് വളരെ പ്രതീക്ഷയോടെ അധ്വാനിച്ചിട്ട് ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ബലമെല്ലാം കെട്ടുപോയി സൗന്ദര്യമെല്ലാം ചോർന്നു നിൽക്കുമ്പോഴും സക്കായിയോട് പറയുക, നീ ഒരു ചണ്ടിയായി ലോകം നിന്നെ കണ്ടാലും എനിക്ക് നിന്നെ കൈവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാട്ടുകാരൻ പറഞ്ഞില്ല, കൈവിടുകില്ല അവൻ ഒരു നാളും, കരുതും വല്ലഭനായി നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി സന്ദേശം കേൾക്ക് ദൈവവേദലേ, നിന്റെ കഴിവുകളെല്ലാം ചോർന്നു പോയെന്ന് ഓർക്കരുത് കേട്ടോ. നിന്റെ സ്വാധീനത ചോർന്നു പോയെന്ന് ഓർക്കരുത്. നിന്റെ പ്രാർത്ഥനാ ജീവിതം ചോർന്നു പോയെന്ന് ഓർക്കരുത്. നിന്നെ വിളിച്ചത് എൻ്റെ ദൈവമാണെന്ന് ഇന്ന് രാത്രി ഉറച്ചോണം. ദൈവം പറഞ്ഞു, വീണ്ടും ദൈവം പറയ, നീ പോയി സെരുബാബേലിനോട് പറയണം, ജോഷുവയോട് പറയണം, ജനത്തിന്റെ മൂപ്പന്മാരോട് പറയണം, ഈ ആലയം വീണ്ടും പണിയേണ്ട സമയമായി. ഓർത്തോണം, ദൈവം പറയുക, ഹഗായിയോട് പറയുക, നീ പോയി സെരുബാബേലിനോട് പറയണം, സ്ഥലത്തിന്റെ മൂപ്പന്മാരോട് പറയണം, കം ഫോർവേഡ്, നമ്മൾ മടങ്ങി വരാൻ സമയമായി. കം ഫോർവേഡ് ടു റീബിൽഡ് ദിസ് ടെമ്പിൾ. ഈ മന്ദിരം തീർത്തും മടക്കി പണിയാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നുള്ളത് നീ സമൂഹത്തോട് വിളിച്ചു പറയണം. ഓർത്തോണം, ഇന്ന് രാത്രി ഹഗായി എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചല്ല, സ്തോത്രം, സെഖര്യാവ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ചല്ല, സെരുബാബേൽ എന്ന മനുഷ്യനല്ല. ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, അവന്റെ ആത്മാവിനാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ഇന്ന് രാത്രി വിടുതൽ ആവശ്യം? ദൈവത്തിൽ മുട്ടുമടക്കുക, കർത്താവ് അതിന് പരിഹാരം തരാൻ വിശ്വസ്തനാ. അങ്ങനെ ഓർത്തോണം, ദീർഘവർഷങ്ങൾ 14 വർഷങ്ങൾ എന്തെല്ലാം അനുഭവിച്ചു, നിന്നയും പരിഹാസവും അപമാനങ്ങളും, ജോലിയുടെ ഇടയിൽ കാഴ്ച മങ്ങിപ്പോയ അനുഭവങ്ങൾ, നഷ്ടപ്പെട്ട ഒരുപാട് ആർഗ്യുമെന്റ്സ് കേട്ടു, ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു, ഒരുപാട് ഹോപ്പ്ലെസ് ആയിപ്പോയി, ഫെയിലിയർ ആയിപ്പോയ അനുഭവങ്ങള്, ഡിസപ്പോയിന്റഡ് ആയിപ്പോയ അനുഭവങ്ങള്. ദൈവമേ, എങ്കിലും ഇതെല്ലാം സഹിച്ചപ്പോഴും ദൈവം 14 വർഷത്തിന് ശേഷം വീണ്ടും ഒരു പ്രതീക്ഷ കൊടുക്കുക. എപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല കേട്ടോ. നമ്മൾ പാട്ടുകാരൻ പറയുന്നത് പോലെ ഏത് മഴയും പോരും, എത്ര വലിയ ഇടിയും ശാന്തമാണ്. ഇന്ന് നിന്റെ പ്രശ്നങ്ങൾ അത് തുടരുന്ന പ്രശ്നങ്ങളല്ല, അത് നിൽക്കുന്ന പ്രശ്നങ്ങൾ. ഇന്ന് നിങ്ങൾ കരയുന്ന വിഷയങ്ങൾ അത് കണ്ടിന്യൂസ് അല്ല, അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ നാം ഒരു കാര്യം തിരിച്ചറിയണം. ഗോഡ് ടോൾഡ്, അവൻ പറയുക, ഞാൻ മറ്റൊരുത്തനെ അന്വേഷിക്കട്ടെ, മറ്റൊരുത്തനെ അന്വേഷിക്കട്ടെ, മറ്റൊരുത്തനെ അന്വേഷിക്കട്ടെ. യെസ്, ഹഗായിയോട് ചോദിക്കുകയാ, നിനക്ക് ക്ഷീണിച്ചോ? നീ ക്ഷീണിച്ചെങ്കിൽ ഞാൻ വേറെ ഒരുത്തനെ അന്വേഷിക്കാം. ഹഗായി പറഞ്ഞു, യെസ് ലോർഡ്, യു ക്യാൻ ഫൈൻഡ് അനദർ മാൻ. അങ്ങനെ സെഖര്യാവ് ചെറുപ്പക്കാരനായ
15 വയസ്സുള്ള സെക്കരിയാവിനെ തിരഞ്ഞെടുത്തു. ഓർത്തോണം, ദൈവം മറന്നില്ല എന്നുള്ള അർത്ഥത്തിൽ 14 വർഷങ്ങൾക്ക് ശേഷം സെക്കരിയാവിനെ തിരഞ്ഞെടുത്തു. കഷ്ടതയുടെ നടുവിൽ, തീച്ചൂളയുടെ നടുവിൽ സെരുബാബേലിനോട് ദൂതറിയിക്കാൻ സെക്കരിയാവിനെ തിരഞ്ഞെടുക്കുകയാണ്. വചനത്തിന്റെ മർമ്മത്തിൽ, വചനത്തിലെ ആശയത്തിലേക്ക് ഒന്ന് കയറുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കണ്ടോ, സെക്കരിയാവിനെ തിരഞ്ഞെടുത്ത് അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ച്, 1-ഉം 2ഉം വാക്യം വായിച്ച് ഒന്ന് വായിക്കാൻ പറ്റുമോ പാസ്റ്ററെ? 1-ാമത്തെ 2-ാമത്തെ ഈ വാക്യങ്ങൾ താഴോട്ട് വായിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നു കൊണ്ടുള്ള ഒരു വിളക്കു തണ്ടും അതിന് തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന് തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്ത് ഒന്നും ഇടത്തുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഒന്ന് നിർത്തണം സഭയിൽ. താങ്ക് യു. ഇവിടെ കണ്ടോണം, ഒരിക്കൽ യാക്കോബ് ലാബാനോട് പറയുകയാ, ഞാൻ എൻ്റെ മുഴുബലത്തോട് നിന്നെ സേവിച്ചിട്ടും നിനക്ക് എന്നെ എങ്ങനെ ചതിക്കാൻ തോന്നും? ഞാൻ എൻ്റെ മുഴുബലത്തോട്, ഞാൻ ആ ഭാഗം എൻ്റെ ബൈബിളിൽ ഞാൻ അണ്ടർലൈൻ ഉണ്ട്, ഞാൻ ആ മുഴുബലത്തോട് ഞാൻ നിന്നെ സേവിച്ചു. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന അതാ, മുഴുബലത്തോടെ ദൈവത്തെ സേവിക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ഇവിടെ കണ്ടോ, പ്രവചന ദൂതാണ് സെക്കരിയാവിനെ ദൂതൻ അവിടെ പിടിച്ചത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പിൽ അതിന്റെ ഇമേജ് ഇട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ സ്ക്രീൻ ഷെയറിന്റെ ഓപ്ഷൻ വരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ആ ഇമേജ് നിങ്ങളെ ഞാൻ കാണിക്കാം. ഞാൻ ഒന്ന് ട്രൈ ചെയ്യട്ടെ, സോറി. ഓക്കെ, ഇപ്പൊ ഈ സൂമുകളൊക്കെ അപ്ഡേറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ പാസ്റ്റർ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഷെയർ വല്ലോ? കാണാൻ പറ്റുന്നുണ്ട്. ഹലോ, കിട്ടുന്നുണ്ടോ പാസ്റ്റർ? ഇല്ല, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സെക്കരിയ വിഷൻ. ഓക്കെ, ഇപ്പോൾ ഇനി ഞാൻ 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ബൈബിളിൽ നോക്കി എല്ലാവരും. 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ എന്തു കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നു കൊണ്ടുള്ള ഒരു വിളക്കു തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലതുഭാഗത്ത് ഒന്നും ഇടതുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഒന്ന് നിർത്തിക്കട്ടെ. ഇതാണ് സെക്കരിയാവിന്റെ അരികിൽ ദൂതൻ നിൽപ്പുണ്ട്. ശ്രദ്ധിച്ചോണം, ആ സ്വർണം കൊണ്ടുള്ള വിളക്കാണ് നാം കാണുന്നത്. അതിന്റെ ഇടത്തും വലത്തും കാണുന്ന 2 ഒലിവ് വൃക്ഷങ്ങളാണ്. ഈ ഒലിവ് വൃക്ഷങ്ങളിൽ കൂടെ ഇതിലേക്ക് എണ്ണ ഇങ്ങനെ ദൈവം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും. അന്വേഷിച്ചു പോകണ്ട, വാങ്ങാൻ പോകണ്ട. എൻ്റെ ദൈവമാണ് ദൂത് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവമാണ് അരുളപ്പാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിളക്ക് കെടാതെ സൂക്ഷിക്കുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. 2 ഒലിവ് വൃക്ഷങ്ങളിൽ നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും ഓയില് എപ്പോഴും ഈ വിളക്കിലേക്ക് വരും. അങ്ങ് ദൂരെ കാണുന്ന ഒരു ബിൽഡിംഗ് പോലെ ഒരു ഫോട്ടോ കാണാമല്ലോ, കാണാമോ? അതാണ് സെരുബാബേൽ പണി തുടങ്ങിയ യെരൂശലേം ദേവാലയം. അത് മുടങ്ങിക്കിടക്കിയ 14 വർഷമായിട്ട് പണി നടക്കാതെ അത് മുടങ്ങിക്കിടക്കുക. ദൈവമക്കൾ ശ്രദ്ധിച്ചോണം, അതിന്റെ ഭിത്തികൾ കെട്ടിയിട്ടിട്ടുണ്ട്, അതിന്റെ മതിലുകൾ പണിതിട്ടില്ല. എല്ലാ പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഓർത്തോണം, ഇത് പണിയാനാണ് മിലിറ്ററി ഫോഴ്സിനോട് സെരുബാബേൽ ചോദിച്ചപ്പോൾ ദൈവം പറയുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ ഞാനിത് നിനക്ക് തരാമെന്ന് പറഞ്ഞ് ബലപ്പെടുത്തുകയാണ്. ഓർത്തോണം, അപ്പോൾ സെരുബാബേൽ പറയുക, എൻ്റെ മുൻപിൽ പല പ്രശ്നങ്ങളായ മലകൾ നിൽപ്പുണ്ട്, ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഈ കാണുന്നൊരു മല കണ്ടോ? 7-ാമത്തെ വാക്യം വായിച്ചാട്ട്. വേഴ്സ് 7.
സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ? സെരുബാബേൽ ദൈവത്തോട് ചോദിക്കുക, എനിക്ക് യെരൂശലേം ദേവാലയത്തിൽ അടുക്കാൻ പറ്റുന്നില്ല, അതിന്റെ മുൻപിൽ ഒരു വലിയ മല ഞാൻ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചു, ആ വലിയൊരു വലിയ മല കാരണം എനിക്ക് ഈ യെരൂശലേമിലേക്ക് അടുക്കാനോ പണിയാനോ കഴിയുന്നില്ല. കാരണം 14 വർഷം കൊണ്ട് ഈ മല ഒരുപാട് അങ്ങ് വളർന്നു, പുല്ലുകളും കാടുകളും വളർന്നു. സർവശക്തനായ ദൈവം പറയുക, നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം ആരാണെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. നിന്റെ ശുശ്രൂഷയ്ക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ഉപവാസത്തിന്, നിന്റെ സഭയ്ക്കെതിരെ നിൽക്കുന്ന പർവ്വതം മല ഏതാണെന്നുള്ളത് എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഇന്ന് രാത്രി വചനം കിട്ടിയ ദൈവവേദലേ, ദൈവാത്മാവ് പറയുക, ഞാൻ അതിനെ സമഭൂമിയാക്കും. സമഭൂമിയാക്കും എന്ന് പറയാൻ കാരണം എന്നാ ചോദിച്ചാൽ, ഇനിയും വരുന്ന തലമുറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ, മുൻപിൽ നിൽക്കുന്ന ഇതുപോലൊരു മല ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിൽ ഞാൻ അതിനെ ഫ്ലോറാക്കി മാറ്റും. കണ്ടോ, ആ മലയെ സ്വർഗത്തിലെ ദൈവം ഇടിച്ചു നിരത്തി. ഞാൻ സ്റ്റോപ്പ് ചെയ്യുക, ഇവിടെ ഇടിച്ചു നിരത്തി. ഇന്ന് ഓർത്തോണം, ഈ 2 ഒലിവ് വൃക്ഷങ്ങൾ കൂടെ എണ്ണ പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന ഈ 7 നാമ്പുകളുള്ള സ്വർണ്ണ വിളക്ക് സെക്കര്യാവിനോട് പറയും, നീ സെരുബാബേലിനോട് പോയി പറയണം. ഇന്ന് ഈ വചനം കേട്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവത്തിന്റെ വാക്കുകളൊന്നും ഇല്ല എന്നും ഊവെന്നും തന്നെ ഒരു കാരണവശാൽ നമ്മുടെ കർത്താവിനെ അവിശ്വസിക്കരുത്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു ദൈവം ഇന്നും ഉണ്ടാകും. സെക്കര്യാവ് ഈ ദൂത് പറയുന്ന, ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ദൈവദാസനെ ഞാൻ ഭയപ്പെട്ടു പോകാൻ കാരണം എന്നാണെന്നറിയാമോ? ഈ ഒലിവ് വൃക്ഷങ്ങളിൽ കൂടെ എണ്ണ തീരുന്നതിനനുസരിച്ച് വിളക്കിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. നമ്മളോ, നമ്മുടെ അനുഭവങ്ങളൊന്ന് ഓർത്തേ. നമ്മൾ ക്ഷീണിക്കുമ്പോൾ, നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ, ദൈവമേ നിന്റെ സ്പിരിറ്റ് എനിക്ക് വേണമേ എന്ന് പറഞ്ഞാൽ മതി, കർത്താവ് നമ്മളെ നിറക്കി വന്നേ. ഭാരപ്പെടരുത്, തളർന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ ആ രാജ്യത്ത് ഒത്തിരി സ്ട്രെസ് ലൈഫാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ അതിൻ്റെ നടുവിലും നിന്നെ നിർത്താൻ എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറച്ചോണം. ഈ മലയെ സമഭൂമിയാക്കി കളയും. അപ്പോൾ ഓർത്തോണം, സമഭൂമിയാക്കി ദൈവം സെരുബാബേലിന് ബലം കൊടുക്കുകയാണ്. ബലമെല്ലാം കൊടുത്തു കഴിഞ്ഞ് മുൻപോട്ട് പണി തുടങ്ങാൻ വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അതിൻ്റെ വചനത്തിലേക്ക് നോക്കിയാട്ട് 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചത്, വേഴ്സ് 10, 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു? സർവഭൂമിയിലെ മൂടാടി ചൊല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. ഒന്ന് നോക്കണേ, സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവം. എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവാസന അതിൽ കൊടുത്തിരിക്കുന്ന ആത്മീയ ആശയം ഇതാണ്: 14 വർഷമായിട്ട് ഉപയോഗശൂന്യമായി നിൽക്കുന്ന ഈ പണിയായുധം ഇനി ഇതെടുക്കേണ്ടി വരത്തില്ല. ഇനി നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി നീ ഉപവസിച്ചിട്ട് കാര്യമില്ല, ഇനി നീ ആ രാജ്യത്ത് നിന്നിട്ട് കാര്യമില്ല മോളെ. പുറകിൽ നിന്നും നിരാശപ്പെടുന്ന വാക്കുകൾ കണ്ട് എന്നും ഈ പണിയായുധ തൂത്തുമിനിക്ക് സെരുബ്ബാബേൽ നിൽക്കും. കണ്ണുനീരുകൾ കൊണ്ട് അവൻ ഒപ്പും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നും 1 വർഷം, 2 വർഷം, 3 വർഷം കഴിഞ്ഞു, ആയുധങ്ങളെല്ലാം ഇങ്ങനെ മിനുക്കി സൂക്ഷിച്ചുകൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കിത് എടുക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തിന്റെ ആലോചന കേട്ടുടനെ ആദ്യം സെരുബ്ബാബേൽ ഈ തൂക്കുകട്ട കയ്യിലേക്ക് എടുത്തു. എന്താണ് തൂക്കുകട്ടയുടെ ഉപയോഗം എന്ന് നമുക്കറിയാം. ഒരു ബിൽഡിങ്ങിന് കെട്ടിക്കഴിയുമ്പോൾ അതിന്റെ ലെവല് പിടിക്കുവാൻ വേണ്ടി എല്ലാ മേസന്മാരുടെയും കൈകളിലിരിക്കുന്ന ഒരു ഉപകരണമാണ് തൂക്കുകട്ട. ഇത് സെരുബ്ബാബേൽ കയ്യിലോട്ട് പിടിച്ചതുമല്ല, സർവശക്തനായ ദൈവം സ്വർഗത്തിലും സന്തോഷിക്കുകയാ. ഇന്ന് രാത്രി വചനം കേൾക്കുക ദൈവവേദലേ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞ് നീ എന്തെങ്കിലും ഉപേക്ഷിച്ച് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, നീ പ്രാർത്ഥനയോടെ അത് എടുക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദൈവം എൻ്റെ വിഷയത്തിന്മേൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ ശക്തനാ. ഹല്ലേലൂയ. തൂക്കുകട്ട കയ്യിലേക്ക് എടുത്തപ്പോൾ സ്വർഗം സന്തോഷിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പഴയ വീടുകളൊക്കെ പണിയുമ്പോൾ വീടിന് മണ്ടയ്ക്ക് നമ്മൾ ഉത്തരം കയറ്റാറുണ്ട്. ഉത്തരം കയറ്റുമ്പോൾ വലിയൊരു തടി വെച്ചിട്ടാണ്, ഉത്തരം വെച്ചിട്ടാണ് അതിലേക്ക് കോലുകൾ ഇങ്ങനെ തൂക്കി ഇടാറുള്ളത്. യെരൂശലേം ദേവാലയം പണിതപ്പോൾ യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ള അനുഭവങ്ങളായിരുന്നു. അപ്പോൾ സെരുബ്ബാബേൽ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൈകൾക്ക് ബലമില്ലല്ലോ, എനിക്ക് ആരോഗ്യമില്ല, ഞാൻ എങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ആണിക്കല്ല് കയറ്റും? 7ാമത്തെ വാക്യം, വേഴ്സ് 7 വായിച്ചു. 7ാമത്തെ വാക്യം. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ?
നീ സമഭൂമിയായി തീരും. ആ അതിന് കൃപാകൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. കണ്ടോ, ദൈവം പറയുക, സെരുബാബേലേ, നിന്റെ മുൻപിൽ ഇത്രത്തോളം പ്രശ്നങ്ങളെ ഞാൻ വഴിമാറ്റിയെങ്കിൽ ഈ ആണിക്കല്ല് മുകളിലോട്ട് കയറണമെങ്കിൽ നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എന്തോ ചെയ്യണം? കൃപ, കൃപ, കൃപ എന്ന് പറയുമ്പോൾ ഈ ആണിക്കല്ലം കയറിക്കോളും. ദൈവദാസനെ, കൃപയിൽ ആശ്രയിച്ചാൽ മതി. മുൻപിലെ ഏത് പ്രശ്നവും വഴിമാറി നിന്നോളുവെന്നേ. ഇന്ന് പകൽക്കാലം എലിസബത്ത് സിസ്റ്ററെ, നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങൾ നമുക്കറിയാമല്ലോ. ഡൽഹിയിൽ നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാം, എന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ദൈവ കൃപയിൽ ആശ്രയിച്ചു ആണിക്കല്ല് കയറ്റാൻ ദൈവം കഴിവുള്ളവനാ. പട്ടാളക്കാര് വേണ്ട, മേധാവികൾ വേണ്ട, രാഷ്ട്ര തലവന്മാര് വേണ്ട. സെരുബാബേലേ, നീ മാത്രം മതിയെന്നേ. നിന്റെ പ്രായം എനിക്ക് വിഷയമല്ലെന്നേ. റമനസി, നിന്റെ ശമ്പളം എനിക്ക് വിഷയമല്ല, നിന്റെ വിദ്യാഭ്യാസം എനിക്ക് വിഷയമല്ല, നിന്റെ രാജ്യത്തെ പാസ്പോർട്ടോ വീസയോ എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം എന്നാണെന്നറിയാമോ? നീ കൃപയിൽ ആശ്രയിച്ചാൽ, മൈ സ്പിരിറ്റ് ഐ ഗിവ് ടു യു. നീ കൃപയിൽ ആശ്രയിച്ചാൽ എൻ്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തരാം. എന്നിട്ട് സെരുബാബേല് എന്ത് ചെയ്യുന്നറിയാമോ? കൃപ എന്ന് പറയുമ്പോൾ ആണിക്കൽ ഒന്ന് കയറും. കൃപ, കൃപ. ഓർത്തോ, നിങ്ങൾ ആ രംഗം ഒന്ന് ഓർത്തി. കൃപ, പ്രായമുള്ള മനുഷ്യർ ആണിക്കല്ല് കയറ്റുക. കൂടെ ആരുമില്ല കേട്ടോ. ഒറ്റയ്ക്ക, വിശ്വാസ ജീവിതം ഒറ്റയ്ക്ക, ദൈവസേന നിൽക്കുന്ന ഒറ്റയ്ക്ക, പ്രതിസന്ധികൾ നീ ഒറ്റയ്ക്ക, കഷ്ടതകളിൽ ഒറ്റയ്ക്ക. ഇന്ന് രാത്രി നീ മറന്നു പോകരുത്, ഒരു ദൈവം നിനക്കുണ്ട്. കൃപ, കൃപ, കൃപ എന്ന് പറഞ്ഞ് അവൻ ആണിക്കല്ല് കയറ്റി. ആണിക്കല്ല് കയറ്റി കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ആണിക്കല്ല് കയറ്റിയതുമല്ല, യഹോവയുടെ അരുളപ്പാട് വീണ്ടും ഉണ്ടാകിയ 9ാമത്തെ വാക്യം. വേഴ്സ് 9, ഞാൻ നിർത്ത്. വേഴ്സ് 9. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, സെരുബാബേലിന്റെ കൈയ്യ് ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയും. സെരുബാബേലിനോട് വീണ്ടും ദൈവം പറയുക, ഏത് കൈകൾ കൊണ്ടാണ് ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടത്? ആ വചനം ശ്രദ്ധിച്ചോണം. ഏത് കൈകൾ കൊണ്ട് അതിന് അടിസ്ഥാനമിട്ടോ അതേ കൈകൾ കൊണ്ട് തന്നെ ഞാൻ അതിന്റെ പണി പൂർത്തിയാക്കും. ഇന്ന് രാത്രി സന്ദേശനുമായി ഇവിടെ ഉപസംഹരിക്കുന്ന മുമ്പ് ചോദിക്കാം, നമ്മുടെ കൈയുടെ ബലമല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് നമ്മൾ നിർത്തിയേക്കുന്നത്. നമ്മുടെ കഴിവുകൾ കൊണ്ടോ, നമ്മുടെ സ്വാധീനങ്ങൾ കൊണ്ടോ, നമ്മുടെ ഉന്നമനങ്ങൾ കൊണ്ടോ അല്ല. ഞാൻ ഈ പ്രവചന സന്ദേശം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകിയത് എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഈ സന്ദേശം എടുത്തത്. മറ്റൊരു ദൂതെടുത്ത് അല്പ ഉണർവിലേക്ക് പോയി നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കാനോ അല്ലെങ്കിൽ ഹല്ലേലൂയ പറയിപ്പിക്കാനോ ഉള്ള സാഹചര്യങ്ങളോ അതിനുള്ള ചുറ്റുപാടുകളോ അതിനുള്ള പരിമിതികളോ ഒന്നുമല്ല. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഈ വചനം തന്നെ ഇന്ന് ഈ ഹോളി ടെന്റ് ദൈവസഭയ്ക്ക് ആവശ്യമുണ്ട്. കാരണം സഭയുടെ ആണിക്കല്ല് കയറ്റണമെങ്കിൽ കൃപ വേണം, കൃപ വേണം. കൃപ കൊടുത്ത് കൃപയോടെ പിടിച്ച് തള്ളിക്കയറ്റാൻ കൂടെ കുറെ ജോലിക്കാരെ വേണം. പ്രാർത്ഥിക്കുന്ന കുറെ കൃപ പറയുന്ന, കൃപയിൽ ആണിക്കല്ല് തള്ളിക്കയറ്റുന്ന കുറെ ഉപവസിക്കുന്ന കുറെ ദൈവമക്കളെ വേണം. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. നിങ്ങളുടെ ദേശത്ത് സഭ ഉയരും. ആലയത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ദൈവം നിങ്ങൾക്ക് ആലയത്തിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കി തരും. തളർന്നു പോകരുത്, ഒരുമിച്ച് നിന്നോ. അവരാർപ്പോടെ ആർപ്പോടെ കൃപ, 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 ശമന ഹർവറ്റസി, കൃപ, കൃപ എന്ന് പറഞ്ഞപ്പോൾ ആലയം ഉയർന്നു വന്നതുപോലെ പ്രാർത്ഥിക ദൈവവേദലേ, ജെറൽ ബ്രദറെ, ഈ ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മറ്റ് സഹോദരിമാരെ, സഹോദരങ്ങളെ, എനിക്ക് സ്നേഹത്തോടെ പറയാം, കൂടെ നിന്ന് കൃപയിൽ തള്ളിക്കോ, കൃപയിൽ തള്ളിക്കയറ്റിക്കോ, കൃപയിൽ തള്ളിക്കോ. ആലയം പൊങ്ങും, ആലയം വളരും, ആത്മാക്കൾ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് തളർന്നു പോയി, ഉടഞ്ഞു പോയി, പാതി വഴികൾ കൊണ്ട് നിന്നുപോയെന്ന് ആരെങ്കിലും ഇന്ന് രാത്രി ഭാരപ്പെടുന്നെങ്കിൽ ഒറ്റ സന്ദേശം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ തളർന്നു പോകരുത്. കൂടെ സൈന്യങ്ങളുടെ യഹോവ കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തവന് വലിയവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യോർദാന്റെ വൻകാട്ട് നീ ക്ഷീണിച്ചു പോകരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാ, വിളിച്ചവൻ വിശ്വസ്തനാ. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥനിൽ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസ്ഥനിലേക്ക് ഏൽപ്പിക്കപ്പ. സെരുബാബേലിനോട് ദൈവം പറയുക, ആരടിസ്ഥാനമിട്ടോ അവനെ കൊണ്ട് തന്നെ ഞാനിത് പൂർത്തിയാക്കും. വിശ്വാസ ജീവിതം ക്ഷണികമാണ്. തകർന്നു പോകരുത്, ഒറ്റപ്പെട്ട് മാറി നിൽക്കരുത്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ കുറഞ്ഞു പോയെന്ന് പരിശോധിച്ചോണം.
ജോലിയുടെ തിരക്കുകൾ കാരണം അതിരാവിലെ ഇറങ്ങി ഓടും, രാത്രിയിൽ കയറി വരും, ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും കിടക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരും. പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയി, ഉപവസിക്കുന്നത് കുറഞ്ഞു പോയി. നേരത്തെ എല്ലാ വെള്ളിയാഴ്ച പൂർണ്ണമായിട്ട് ഉപവസിക്കുമായിരുന്നു, അല്ലെങ്കിൽ മാസത്തിൽ 1 2 ഒക്കെ ഉപവസിക്കുന്നു. എന്നാൽ ഇപ്പോൾ ജോലിയുടെ തിരക്കുകളും സാഹചര്യങ്ങളെല്ലാം മാറിയപ്പോൾ അതെല്ലാം കുറഞ്ഞു. മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. ഈ ദൂത് നിങ്ങളോട് എല്ലാവരോടുമായി ദൂത് ഞാൻ കൈമാറുക. സഹോദര, നീ മടങ്ങി വരണം കേട്ടോ. സഹോദരി, നീ മടങ്ങി വരണം കേട്ടോ. കാരണം എന്താണെന്നറിയാം, കൃപ നഷ്ടപ്പെടുത്തരുത്. ഓ റബഷി ഹാലസ്യാദ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വെൻസിലുണ്ടായ ദുരന്തത്തെ കുറിച്ച് നാം കേട്ടു. ഏകദേശം 1700 പേരോളം മണ്ണിനടിയിലേക്ക് പോയി. അതിനകത്തൊരു പിതാവിന്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ തുളച്ചു കയറി, എന്നെ വലിച്ചുയർത്തരുത്, ഈ മണ്ണിനടിയിൽ നിന്നും എന്നെ പിടിച്ചു പൊക്കരുത്. കാരണം എന്നാ ചോദിച്ചാൽ, എൻ്റെ 2 കൈകളിലും കെട്ടിപ്പിടിച്ച്, 2 കൈകളിലും മുറുക്കി പിടിച്ചിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ഈ മണ്ണിനടിയിലുണ്ട്. ഓർത്തോണം, ഒരുപാട് സമ്പാദിച്ചു കൂട്ടിയതാ, ഒരുപാട് ഹല്ലേലൂയ പണം സമ്പാദിച്ചു. എന്നാൽ ഒറ്റ ചലനമുണ്ടായപ്പോഴേ ആകെ 1700 പേരോളം മണ്ണിനടിയിലേക്ക് പോയി. ഇന്ന് രാത്രി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സഹോദരി, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത് എന്നാണെന്നറിയാമോ? നീ ആത്മാവിലും സ്പിരിറ്റിൽ അടിസ്ഥാനമിടാൻ വേണ്ടി തിരഞ്ഞെടുത്തോണം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല കർത്താവേ, ഞങ്ങൾക്കൊരു കർത്താവുണ്ട്, ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഞങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞങ്ങൾ മിണ്ടിയില്ലെങ്കിൽ ഞങ്ങളോട് മിണ്ടുന്ന, ഞങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കുന്നു, ഞങ്ങളുടെ സ്നേഹം കുറഞ്ഞാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, ഭൗതിക ചുറ്റുപാടുകൾ അറിയാവുന്നവരൊരു ദൈവം നമുക്കുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുവിക്കാൻ, ക്ഷീണങ്ങളിൽ നിന്നും വിടുവിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ കരുതൽ നമുക്ക് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവേ, പ്രിയപ്പെട്ട